അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രായപൂർത്തി ആയവർ മാത്രം കണ്ടാൽ മതി. സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. അയാൾ പറയുന്ന ചില കാര്യങ്ങൾ ആ രൂപത്തിലുള്ളതാണ്. ഇനി എല്ലാ ചെറിയ കുട്ടികളുടെയൊക്കെ അടുത്തിരുന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കുവാൻ, അതായത് വോയിസ് ഇയർഫോണിലൂടെ കേൾക്കുവാൻ ശ്രദ്ധിക്കുക. എന്താണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത് എന്ന് കേൾക്കാം. ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരത്തി, ചെറുപ്പക്കാരത്തി, 40 വയസ്സ്, യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ പുതപ്പിൽ ഒരു വലിയ കയറി കിടക്കുക. രാത്രിയായ മരിച്ചു ഒരു വലിയ മനസ്സിലായില്ല, മരിച്ചു പോയ ഒരു വലിയ മനസ്സിലായില്ല, മരിച്ചു പോയൊരു വലിയ. അപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്, എന്നിട്ട് ഓലിക്ക് വലിയ തന്നെയാണ്. കേട്ടോക്ക. ഇവിടെ വന്നിന്നോട് പറഞ്ഞതാ, എൻ്റെ പുരയിലൊന്നും പറഞ്ഞതാ. രാത്രിയായി ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പതിപ്പ് കയറും. ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കുട്ടികൾ കേൾക്കാൻ ശ്രമിക്കണ്ട. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ അടുത്തിരിക്കുന്ന ആളുകൾ ഇയർഫോൺ വെക്കുക. എന്താണ് വലിയൻ്റെ പണി? ചെറുപ്പക്കാരി എന്നൊക്കെയാണ് പറഞ്ഞത്. 40 അടുത്തുക്കണു. അപ്പോൾ യൗവനം കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, 40 എന്നുള്ള ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്ത്രീ, ഒരു താത്ത. ആ താത്ത ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അപ്പം വലിയ വന്നിട്ട്, ഏത് മരിച്ചുപോയ വലിയ വന്നിട്ട് എന്താ ചെയ്യണത്? പുതപ്പിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. വല്ലാത്ത യാതി. ബാക്കി കേൾക്കാം. പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും. അപ്പോൾ ഇയർഫോൺ വെക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എന്തൊക്കെ ചെയ്യും? ഇതാണ് ഇവരുടെ വലിയ സഹോദരന്മാരെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാമുകളൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനെ അറിയേണ്ട പോലെ അറിഞ്ഞ് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ഹറാമുകളില്ലാതെ കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കുന്ന സ്വാത്വികരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ ചെയ്യുന്ന പണിയാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ രാത്രി നട്ടപ്പായരക്ക് ഏതെങ്കിലും പെണ്ണിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്യണത്? അയാൾ പറഞ്ഞത് മനസ്സിലായിക്കോളൂ നിങ്ങൾ. എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അയാളെ പോലെ ഉളുപ്പില്ലായ്മ എനിക്കില്ല. പറയട്ടെ. ഇനി ഇത് ന്യായീകരിക്കാൻ വരുന്നേ എന്താണ്? എന്തൊരു മൊയിലിയറുണ്ട്, ഞാൻ നേരത്തെ വേട്ടാവളി എന്ന് വിളിച്ചത്. അത് വേട്ടാവളിയും തന്നെയാണ്. അതിലെനിക്ക് മനസ്താപമൊന്നുമില്ല. അയാളൊരു വധൂരിയാണ്, അയാൾ വിവരം കെട്ടവനാണ്. അതുകൊണ്ടാണ് വേട്ടാവളി എന്ന് വിളിച്ചത്. വേട്ടാവളിയാ വാ, ഇതൊക്കെ ഒന്ന് ന്യായീകരിക്ക്. അപ്പൊ ഈ പെണ്ണെന്ത് വിചാരിക്കും? മരിച്ചവരല്ലേ, ഒരിക്കൽ തക്ലീഫ് ഉണ്ടാവില്ലല്ലോ. അതുണ്ടായത് എന്താണ്? മരിച്ചവരല്ലേ, അവർക്ക് തക്ലീഫ് ഉണ്ടാവുമല്ലോ എന്നാണ് പറഞ്ഞത്. മരിച്ചവർക്ക് തക്ലീഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മരിച്ചവർക്ക് ഇവിടെ വന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുത്തിമറിയാൻ കയ്യോ മോലിയരെ? എവിടുന്ന് നിങ്ങൾ ഇതൊക്കെ പഠിച്ചത്? വല്ലാത്ത ജാതി അല്ലേ? കേട്ടോക്കെ. അപ്പൊ ആറാമൗലിയായിരിക്കും ജീവിതകാലത്ത് പൂതി ഉണ്ടാവും. എന്താണ്? ഔലിയാണ്. ജീവിതകാലത്ത് അന്യ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകാൻ പൂതി ഉണ്ടാവും. എന്താ ഔലിയാടോ എൻ്റെ ഔലിയ? പൊട്ടന്മാരേന്ന് വിളിക്കലില്ലേ? അല്ലേ? എടാ പൊട്ടന്മാരേന്ന് വിളിക്കലില്ലേ? പറ, എന്താ ഔലിയാണ് എൻ്റെ ഔലിയ? ഇബാദത്തോണ്ട് അതിന് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. എന്തിന്? വ്യഭിചരിക്കാൻ നേരം കിട്ടിയില്ല ഇബാദത്ത് കൊണ്ട് എന്ന് പറഞ്ഞത് എന്ത് ഇബാദത്താണ്? വ്യഭിചരിക്കാൻ പൂതി ഉണ്ടായിട്ടുണ്ടാകും, ഇബാദത്തോണ്ട് അതിന് നേരം കിട്ടിയില്ലെന്ന്. അല്ലാത്ത യാതി. തിരിയൂല, അന്തം വേണം. കൊട്ടിയിട്ടൊന്നും കാര്യമല്ല. വിവരക്കട പറയണമെന്നുള്ള മുന്നിലുള്ള ആളുകൾക്ക് മനസ്സിലായി. ആ ആഗ്രഹം വ്യഭിചാരത്തിലേക്കുള്ള ആഗ്രഹമല്ലേ? ആഗ്രഹം, നോട്ടം പോലും വ്യഭിചാരമാണ്. ചിന്ത പോലും, ആ ഒരു തരത്തിലുള്ള ചിന്ത പോലും ഹറാമാണ്, വ്യഭിചാരമാണ്. അങ്ങനെ ഇബാദത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു അന്യ സ്ത്രീയുടെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറാൻ ആഗ്രഹിക്കുമോ? പൊന്നാര ജനങ്ങൾ, നിങ്ങൾ ആ ഇയർഫോൺ വെക്കിട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയി? തിരുപ്പഞ്ചി പോയി. ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇന്നാലില്ല മഹാൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. എൻ്റെ അടുത്ത് ഇന്നാലില്ല മഹാൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. എന്താ പറഞ്ഞാല്? അങ്ങനത്തെ ഒരു വ്യഭിചരിക്കാൻ വരുന്ന ഒരു മഹാൻ ഉണ്ടെങ്കിൽ ആ മഹാന്റെ പേര് പറയുമോലിയരെ.
ഇങ്ങനെ മരിച്ചു പോയിട്ട് ഹയാത്ത് കാലത്ത് വ്യഭിചരിക്കാനുള്ള പൂതി മരിച്ചു പോയതിന് ശേഷം തീർക്കുന്ന ഒരു മഹാനുണ്ട്. ഏതാണ് ആ ഷർഫാക്കപ്പെട്ട മഹാന്? ഞങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ, എന്താ പറയാൻ ഇത്ര പേടി? അങ്ങനെ ഒരു കഥയല്ല സഹോദരന്മാരെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഓ മഹാനല്ല, ഓൻ വ്യഭിചാരിയാണ്. അവന് വ്യഭിചാരിക്കുള്ള ശിക്ഷ, ഇമ്മോറൽ ട്രാഫിക്കിനുള്ള ശിക്ഷ. അപ്പം മരിച്ചു പോയിട്ടാണ്. എന്ത് മരിച്ചു പോയിട്ട് ആരാ പിടിക്ക് വന്നിട്ടുള്ളത്? വെറുതെ നോണ അറിഞ്ഞുകൊണ്ടിരിക്കുക. മരിച്ചു പോയിട്ട് ആരങ്ങോട്ട് വന്നിട്ടുള്ളത്? ഈസബിന് മറിയമിൻ്റെ കാലത്ത് നൂഹ് നബിയുടെ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മോചിതത്ത്. അന്നിപ്പോൾ മോചിതത്ത് കാട്ടാൻ എവിടെ നബിമാരും റസൂലുമാരും ഒക്കെ ഉള്ളത്? വെറുതെ നോണ അറിയാ. പറ. വരുന്നുണ്ട്, എല്ലാ രാത്രിയും വരും, എൻ്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വലിയ സന്തോഷത്തോടെ പറയാണ്. അപ്പോൾ ഈ സ്ത്രീനോട് പറഞ്ഞ, ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്, മരിച്ചിട്ടില്ല. ഈ സ്ത്രീ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീ ഏതാണ്? ഏത് ഔലിയക്കാക്കയാണ് അങ്ങനെ വന്നത്? ഇനി ഔലിയക്കാക്ക എന്ന് പറഞ്ഞിട്ട് അത് മോശമാണെന്നും പറഞ്ഞിട്ട് ആരും വരേണ്ടതില്ല. അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോണ ഔലിയല്ല. അങ്ങനെ ഒരു ഔലിയല്ല. ഓൻ ഔലിയക്കാക്കാന്നല്ല, ഔലിയ ഏട്ടെന്നാ വിളിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, എന്നെ ഒന്ന് കടുപ്പിച്ചത് നോട്ടം. അപ്പോൾ ഒരു സാധനം എൻ്റെ തടിമന്ന്, ഒരു മേലക്കരി സാധനം, അങ്ങനെ എന്തോ ഒരു പാമ്പോ എഴുജന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോണത് പോലെ എനിക്ക് തോന്നി. ഇന്നങ്ങോട്ട് നോക്കി. നാലിൻ്റെ ഔലിയപ്പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എൻ്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞത്, സന്തോഷത്തിൽ. കാരണം എന്നത് തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള സന്തോഷം. അപ്പം എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പം എൻ്റെ മൂർത്തവും മുതലൊരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോണ മാതിരി എനിക്ക് തോന്നി. അതുകൊണ്ട് ഇറങ്ങി. അപ്പോൾ പറഞ്ഞു തിരിഞ്ഞു നോക്കികളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത മനുഷ്യൻ ഓടണ് കണ്ടു. ഞാൻ ഇനി വരൂലട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഇത് ഈ സ്ത്രീ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞതാ. എങ്ങനെയുണ്ട്? നിങ്ങൾ പറയും എങ്ങനെയുണ്ട്? ഒരു കറുത്ത നഗ്നനായ ഒരാള് മൂപ്പത്തിരടുത്ത് നീച്ച് ഓടിയിരിക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് കഥ ഉണ്ടാക്കിയത് എന്താ? കറുത്ത ഔലിയ ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ മരിച്ചു പോയ ഔലിയ വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം എന്താ അതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയോ? ഏതോ ഒരു താത്താൻ്റെ അടുത്ത് ആരോ രാത്രി നട്ടപ്പാരക്ക് നീച്ച് ഓടുന്നത് കണ്ടു. ആരടി അത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇന്ന ഔലിയ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത് എന്നോട് വലിയ താല്പര്യമായിരുന്നു. അപ്പം മരിച്ചപ്പോൾ ഇബാദത്തൊന്നും ഇല്ലാണ്ട് ഖബറിൽ ഇങ്ങനെ കിടക്കല്ലേ. അത് മാത്രമല്ല തക്ലീഫും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് ഹറാമും ഹലാലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വന്നിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായത്? പുതപ്പിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് എന്തുണ്ടായത്? ആ നേരത്തെ അയാൾ പറഞ്ഞില്ലേ, അതൊന്നും കൂടി കേട്ടോളി. രാത്രി ഈ ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പുതപ്പ് കയറും. പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും. അതൊക്കെയാണ് ഉണ്ടായിക്കണത്. എന്നിട്ട് ഇവിടുന്ന് ഒരൊറ്റ ഓട്ടാണ്. അതാണ് നിങ്ങൾ കണ്ട് എന്നാണ്. അത് കണ്ടപ്പോൾ ഈ കഥ ആക്കിയിക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ബുദ്ധിയും ബോധമുള്ള സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം നീണ്ട വർഷങ്ങൾ, വ്യാഴവട്ടക്കാലങ്ങളാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചത്. എവിടെയാണ് ജീവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ ചാരത്തായിരുന്നു. ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തിരുന്നത്. അതിന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഏകദേശം 2-2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവിയുടെ പിതാവിൻ്റെ ജനാസ പിന്നീട് അവിടെ മറവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭൗതിക ശരീരം അവിടെ മറവ് ചെയ്യുന്നത്. ഈ സമയത്തൊന്നും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ആയിഷ ബീവിയുടെ പ്രിയ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വന്നിട്ടില്ല. അത് ഹറാമല്ലല്ലോ, ഹലാലല്ലേ. ഇനി തക്ലീഫുണ്ടോ തക്ലീഫില്ലെന്നൊന്നും അവിടെ നോക്കേണ്ടതില്ലല്ലോ. ഇങ്ങനെ പറയേണ്ടത് എന്താണ് ദീന് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബദർ രണാങ്കണത്തിൽ ധീരശഹീദുകളായത് 14 സ്വഹാബിമാരാണ്. ആ 14 സ്വഹാബിമാരുടെയും ഭാര്യ സന്താനങ്ങൾ അന്ന് അവിടെ ജീവിച്ചിരുന്നു, മദീനത്ത് ജീവിച്ചിരുന്നു. അവരാരെങ്കിലും അങ്ങോട്ട് വന്നിരുന്നോ? അത് കഴിഞ്ഞിട്ട് എത്രയെത്ര ശുഹദാക്കളാണ്, ഔലിയാക്കളാണ് ഈ ദീനുൽ ഇസ്ലാമിൽ
നമ്മുടെ മുൻ കാലഘട്ടത്തിൽ പൂർവ്വസൂരികളായിട്ട് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത് ഏതെങ്കിലും ഒരാൾ വന്നതായിട്ട് ചരിത്രത്തിലുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബോ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു മഹാന് ഇങ്ങനെ ഇറങ്ങി വരാൻ കഴിയുന്നുള്ളത്? എന്തിനാണ് മോലിയരെ ഇങ്ങനെ പത്തിത്താവും പിന്നെ കുറേ കിതാബ് ഓതിയിട്ട് ഇങ്ങനെ നുണ പറയാൻ നടക്കുന്നത്? ആ ഓതിയത് നൂറുൽ അബ്സാർ പോലെയുള്ള സാധനങ്ങൾ നുണ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓതിയിരിക്കുന്നത്. മറ്റൊരു കാര്യം. എന്നിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എന്തിനാ മോലിയരെ എങ്ങനെ ഇരുന്നിട്ട് പേപ്പിക്കണത്? നാണോ മാനോ ഉണ്ട് ചെങ്ങൾ ഇതിന് നിൽക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പേര് ചിന്തിക്കാൻ ഏറെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.